എല്ലാവർക്കും വെബ്മാഷിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്തു നോക്കിയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എത്ര പ്രാവശ്യം വേണേലും ഞാൻ പറഞ്ഞു തരുന്നതാണ്. എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമുക്ക് DOCTYPE HTML, സ്റ്റൈൽ എന്നീ ടാഗുകൾ എന്താണ് എന്ന് നോക്കാം. ആദ്യം നമുക്ക് DOCTYPE HTML എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ സേവ് ചെയ്ത HTML ഡോക്യുമെൻറ്റ് ഫയൽ ഒരു വെബ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യാം. DOCTYPE HTML5 വെർഷൻ ആണെന്ന് നമുക്ക് ബ്രൗസറിനോട് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് DOCTYPE എന്നത്. നമ്മുടെ വെബ് പേജ് കുറച്ച് ഫാസ്റ്റ് ആക്കാനും ഭംഗിയുള്ളതാക്കാനും വേണ്ടി HTML പുതിയതായി കുറച്ച് എലമെൻസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവ ഏതൊക്കെയെന്ന് ഞാൻ പിന്നീട് പറയാം. ഈ ന്യൂ എലമെൻസുകൾ എന്താണ് എന്ന് മനസ്സിലാക്കണേൽ ഈ എലമെൻസുകൾ ഏത് വെർഷനിലാണെന്ന് ബ്രൗസർ അറിയേണ്ടതുണ്ട്. അതിനായി ഈ എലമെൻറ്റുകൾ HTML5-ലെയാണ് എന്ന് ബ്രൗസറിന് പറഞ്ഞു കൊടുക്കാനാണ് നമ്മൾ DOCTYPE എന്ന എലമെൻറ്റ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് ലൈനായിട്ടാണ് കൊടുക്കുന്നത്. ഇതിന് എൻ ടാഗൊന്നുമില്ല. ഇപ്പോൾ മുതൽ ഈ ഡോക്യുമെൻറ്റ് HTML5 വെർഷനാണ്. നമ്മൾ ഇനി പഠിക്കുന്നതും HTML5 വെർഷനിൽ ആയിരിക്കും. അടുത്തതായി സ്റ്റൈൽ എന്ന ടാഗിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചുമ്മാ കുറേ ടൈറ്റിൽസ് അല്ലെങ്കിൽ പാരഗ്രാഫ് കൊടുത്താൽ മാത്രം പോരാ. ഇതൊക്കെ ചിത്രങ്ങളാലും കളറുകളാലും നല്ല ഭംഗിയുള്ളതും ക്രമീകരണങ്ങളോടും കൂടി വേണം ഒരു വെബ് പേജ് നിർമ്മിക്കാൻ. നമ്മുടെ വെബ് പേജ് ആവണം മറ്റുള്ളതിൽ നിന്ന് ബെസ്റ്റ് എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. CSS പ്രോപ്പർട്ടീസാണ് നമ്മുടെ വെബ് പേജ് എങ്ങനെ ഇരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. CSS എന്ന് കേട്ടിട്ടുണ്ടാവും, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്നാണ് പൂർണ്ണരൂപം. CSS പ്രോപ്പർട്ടീസ് HTML ഡോക്യുമെൻറ്റിൽ കൊടുക്കാൻ വേണ്ടിയാണ് സ്റ്റൈൽ എന്ന ടാഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന HTML ഡോക്യുമെൻ്റ് എടുക്കുക. ഈ സ്റ്റൈൽ എന്ന എലമെൻറ്റ് നമ്മൾ ഹെഡ് എന്ന ടാഗിനുള്ളിലാണ് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ വെബ് പേജിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, വിസിബിൾ ആകേണ്ട കണ്ടന്റുകളെല്ലാം ബോഡി എന്ന ടാഗിനുള്ളിലാണ് കൊടുക്കേണ്ടതെന്ന്. അപ്പം നമ്മുടെ വെബ് പേജ് മുഴുവനായി കളർ കൊടുക്കാൻ ബോഡിക്ക് കളർ കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ലൈറ്റ് കളർ കൊടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിലെ കണ്ടന്റുകളൊന്നും നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് ലൈറ്റ് കളർ കൊടുക്കാം. നമ്മൾ വെബ് ഡിസൈനിങ്ങിൽ ഹെക്സ് അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ കളേഴ്സ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതെല്ലാ ബ്രൗസറുകളും സപ്പോർട്ട് ചെയ്യുന്നവയാണ്. എല്ലാ കളറുകൾക്കും ഹെക്സാഡെസിമൽ കളർ കോഡുകളും ഉണ്ട്. ഇത് വരുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഈ സ്റ്റൈൽ ടാഗിനുള്ളിൽ നമുക്ക് CSS പ്രോപ്പർട്ടീസ് കൊടുക്കണം. അതിൻ്റെ ബോഡി കൊടുക്കുക. എന്നിട്ട് അതിനുള്ളിൽ കേർലി ബ്രാക്കറ്റിനുള്ളിൽ വേണം പ്രോപ്പർട്ടി കൊടുക്കാൻ. അതിന് ബാക്ക്ഗ്രൗണ്ട് -കളർ എന്നിട്ട് കളർ കോഡ് കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഈ കളർ കോഡ്സ് പഠിക്കാൻ ഗൂഗിളിൽ ഹെക്സ് കളർ അല്ലെങ്കിൽ HTML കളേഴ്സ് എന്ന് സെർച്ച് ചെയ്താൽ പറ്റും. നമുക്ക് ഇമേജിൽ നിന്ന് ഒരു കളർ പിക്ക് ചെയ്ത് അതിൻ്റെ ഹെക്സാഡെസിമൽ കളർ എടുക്കാൻ പറ്റും. ഇതുപോലെ ഫോട്ടോഷോപ്പിൽ പിക് ടൂൾ ഉപയോഗിച്ചും കോഡ് കോപ്പി ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഹെഡിങ് ആയ വെബ്മാഷിൻ്റെ കളർ മാറ്റി നോക്കാം. അതിന് നമ്മൾ ഹെഡിങ്ങിന് കൊടുത്ത ടാഗ് ഏതാണ്? H1. അപ്പോൾ H1 ടാഗിന് വേണം കളർ കൊടുക്കാൻ. അതിന് ബോഡിക്ക് കളർ കൊടുത്ത പോലെ തന്നെ സ്റ്റൈൽ ടാഗിനുള്ളിൽ പോയി നമ്മൾ H1-ന് സ്റ്റൈൽ കൊടുക്കുക. H1 എന്ന് പറയുന്നത് ഒരു കേളി ബ്രാക്കറ്റിൽ ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ളിൽ കളർ കോഡ് കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യുക. ഈ ബ്രൗസറിൽ പോയി നമുക്ക് നോക്കാം.
ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ പാരഗ്രാഫിൻ്റെ കളർ മാറ്റുന്നത്. പാരഗ്രാഫിനുള്ള പി എന്ന് പറയുന്ന ടാഗിനുള്ളിൽ കേളി ബ്രാക്കറ്റിനുള്ളിൽ കളർ, എന്നിട്ട് കളറിൻ്റെ പേരോ അല്ലെങ്കിൽ കളറിൻ്റെ ഹെക്സാഡെസിമൽ കോഡോ നമുക്ക് കൊടുക്കാം. ഇനി നമുക്കൊരു വെബ്മാഷ് എന്ന ഹെഡിങ്ങിന് നമുക്കൊന്ന് സെൻറ്റർ ആക്കി നോക്കിയാലോ. അതിന് H1 ടാഗിൽ തന്നെ കൊടുക്കാം. ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ. ഒന്നിൽ കൂടുതൽ H1 എന്ന് പറയുന്നത് കൊടുക്കില്ല. നമുക്ക് ആ H1 തന്നെ വേണം ഇത് കൊടുക്കാൻ. ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്താൽ ലാസ്റ്റ് കൊടുക്കുന്നത് മാത്രം ബ്രൗസർ റീഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നേരത്തെ കൊടുത്ത പ്രോപ്പർട്ടിയുടെ കൂടെ തന്നെ നമുക്ക് കൊടുക്കാം. ഇനി സേവ് ചെയ്ത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ വെബ്മാഷ് എന്ന് സെൻറ്റർ ആയത്. ഇനി നമുക്ക് ആ പാരഗ്രാഫിൻ്റെ സൈസ് 20 പിക്സൽ ആക്കി അതിൻ്റെ ഫോണ്ട് മാറ്റുന്നത് എങ്ങനെയെന്ന് നോക്കാം. നേരത്തെ കൊടുത്ത പ്രോപ്പർട്ടിയുടെ കൂടെ തന്നെ ഫോണ്ട് സൈസ് 20 പിക്സൽ. ഇനി ഫോണ്ട് കൊടുക്കാം. അതിന് ഫോണ്ട് ഫാമിലി എന്നിട്ട് ഫോണ്ട് നെയിം. ഇനി സേവ് ചെയ്ത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. CSS ഫോണ്ട്സ് എന്ന് ഗൂഗിളിൽ നോക്കിയാൽ വിവിധതരം ഫോണ്ടുകളെ പറ്റി കൂടുതലായിട്ട് അറിയാൻ കഴിയും. നമ്മൾ 2-3 പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ ക്ലിയർ ആവും. കണ്ടില്ലേ, വളരെ എളുപ്പമാണ് HTML പഠിക്കാൻ. ഞാൻ ഒരിക്കൽ കൂടി പറയാം. ബോഡിക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ ബാക്ക്ഗ്രൗണ്ട് കളർ കോളൻ്റെ അകത്ത് ഹെക്സ് കോഡ് അല്ലെങ്കിൽ കളർ നെയിം കൊടുക്കുക. കളർ കോഡ് എടുക്കാനുള്ള വഴികൾ ഞാൻ പറഞ്ഞിരുന്നു. അടുത്തത് ടെസ്റ്റ് കളർ കൊടുക്കാനുള്ള പ്രോപ്പർട്ടിയാണ്. കളറിന് മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കളർ കോഡ് ഏതാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കളർ നെയിം കൊടുക്കുക. ഇപ്പോൾ റെഡ് ബ്ലാക്ക് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അടുത്തത് ടെസ്റ്റ് അലൈൻ ഉള്ള പ്രോപ്പർട്ടിയാണ്. ടെസ്റ്റ് അലൈൻ സെൻറ്റർ അല്ലെങ്കിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്, ഇതേതാണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം. അടുത്തത് ഫോണ്ട് സൈസിനുള്ള പ്രോപ്പർട്ടിയാണ്. ഫോണ്ട് സൈസ് 20 പിക്സൽ, അതിൽ എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം. അടുത്തത് ഫോണ്ട് കൊടുക്കാനുള്ള പ്രോപ്പർട്ടിയാണ്. ഫോണ്ട് ഫാമിലി, എന്നിട്ട് ഫോണ്ടിൻ്റെ പേര്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ 3-4 പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആവും. ആദ്യം പാടാമെന്ന് തോന്നാം, കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം. അടുത്ത ടാഗുകൾ പരിചയപ്പെടുത്താനായി ഉടനെ വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനായി ഷെയർ ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. ഇതിലെ മിസ്റ്റേക്സ് നിങ്ങൾക്ക് എന്നോട് പങ്കുവെക്കാം. എൻ്റെ അടുത്ത വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ മിസ്റ്റേക്സ് ഞാൻ കറക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.